ഞാനിന്ന് രാത്രിയിലത്തേക്ക് ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മാവില്ലേ, അതുകൊണ്ടാണ് ഞാനിന്ന് പുട്ടുണ്ടാക്കാൻ പോകുന്നത്. മാവ് ഞാനിവിടെ നന്നായിട്ട് നനച്ച് വെച്ചിട്ടുണ്ട്. ഇതാ തേങ്ങ ഞാൻ പുട്ട് കൊടുത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. ആവി വന്നിട്ടുണ്ട്. നമുക്ക് മാവ് നിറച്ച് കൊടുക്കാം. ഫസ്റ്റ് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മാവ് നിറച്ച് കൊടുക്കാം. മാവ് നിറച്ച് നമുക്കിതിൽ വെച്ച് ആവി കയറ്റി എടുക്കാം. ആവി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് വേവിക്കാം. പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. പുട്ട് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ നമുക്ക് അതുപോലെ അവിച്ചെടുക്കാം. അപ്പം നമുക്ക് പുട്ട് കഴിക്കാം. അപ്പോൾ പുട്ടിന് ഉരുളക്കിഴങ്ങ് കറിയുണ്ട്. ഇത് ഉച്ചത്തെ മീൻ കറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗോതമ്പ് പുട്ടും മീൻ കറിയും. നിങ്ങൾക്കിഷ്ടമാണോ? എന്നാൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് അയലയുടെ തലയാണ്. കട്ടൻ ചായ. അപ്പോൾ നമുക്കിത് കഴിക്കാം. ആദ്യം അത് ഉരുളക്കിഴങ്ങും പുട്ടും. നമുക്കിനി മീൻ കറിയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. തല. എനിക്ക് ഗോതമ്പ് പുട്ടും മീൻ കറിയാണ് കൂടുതൽ ഇഷ്ടം. ഇത് ഉരുളക്കിഴങ്ങ് കറിയും മീൻ കറിയും കൂടെ മിക്സ് ചെയ്ത് സൂപ്പറാണ്. നിങ്ങളൊന്ന് കഴിച്ച് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം.